സംസാരിച്ചു വരുന്ന അമ്പിളിയും ഹരിപ്രസാദും. ഹരിയേട്ടൻ ചേച്ചിയുടെ അമ്മയെ കണ്ടോ? ഇല്ല, ഞാൻ ചെല്ലുമ്പോ ആളവിടെ ഉണ്ടായിരുന്നില്ല. കുഴപ്പമൊന്നുമില്ലല്ലോ ചേച്ചിക്ക്, അതറിഞ്ഞാ മതി. യാത്രയ്ക്ക് ശേഷം സേതുലക്ഷ്മി കോവിലകത്തെത്തുന്നു. ഇവള് പോയതിലും ചടച്ചിട്ടില്ലേ മോളെ? ക്ഷീണിച്ചിട്ടുണ്ട്. അമ്മയ്ക്ക് സൈഡ് പറയാൻ ഒരാളായി. ദേ കൊച്ചുമോളെ ഇവിടെ എത്തിച്ചേരാൻ മുൻകൈ എടുത്തത് ഞാനാണെന്ന് മറക്കണ്ട. ശരി, നന്ദി പറയുമ്പോ നിന്റെ പേര് ആദ്യം പറയാം. പ്രതാപവർമ്മയുമായി സംസാരിക്കുന്ന സേതുലക്ഷ്മി. നന്ദനയോട് പ്രതാപേട്ടന് വൈരാഗ്യം ഉണ്ടെങ്കിൽ അതൊക്കെ മനസ്സിൽ സൂക്ഷിച്ചാ മതി. അതല്ല, വീണ്ടും മോശമായിട്ട് പെരുമാറാനാണ് ഉദ്ദേശമെങ്കിൽ ബുദ്ധിമുട്ടും. പ്രതാപവർമ്മ വിദ്യാഭാരതിയോട് തട്ടിക്കയറുന്നു. വീട്ടിനുള്ളിലും നിന്റെ അനിയത്തി രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നു. ചെതലെടുത്ത നിന്റെ അമ്മേരെയും ആ നരുന്ത് പെണ്ണിനെയും മുമ്പിൽ വെച്ചാ അവൾ എന്നെ വെല്ലുവിളിച്ചത്. പനക്കൽ വീട്ടിലെത്തുന്ന രാജേഷിന്റെ അച്ഛൻ തങ്കപ്പനാശാരി. ഇനി തുടർന്ന് കാണുക. എന്നാലും ഒരു 15 പവൻ അത് വേണം സുമിത്രേ. 4 പേര് കണ്ട മൂക്കത്ത് വിരളി വെക്കരുതല്ലോ. പെണ്ണ് പനക്കല്ലേ ആന്നേ. എന്ന് കരുതി 25 പവനായാലും ഞങ്ങൾക്ക് വിരോധമൊന്നും വരുത്തില്ല കേട്ടോ. 15 ഉള്ളൂ. മതി, അത് മതി. അങ്ങനെ അതും ഫിക്സ് ചെയ്തു. ഇനിയുള്ളത് സാമ്പത്തികം. സാമ്പത്തികോ എന്ന് വെച്ച് കണ്ടമാനമൊന്നും വേണ്ട. വേറെ 1 ലക്ഷം രൂപ അത്രമാത്രം തന്നാ മതി. ഒരു ലക്ഷം രൂപ ശ്രീധരൻ തന്റെ കല്യാണം നടത്താനൊന്നും പറ്റില്ല. ഒന്നിനു പുറകെ ഒന്നായി ഡിമാൻഡുകൾ. പെണ്ണവിടെ നിന്നോട്ടെ. വരുന്നത് എന്താന്ന് വെച്ചാലേ ഞാൻ നോക്കിക്കോളാം. കണ്ട് 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 അപ്പോഴേക്കും സുമിത്ര മുഷിഞ്ഞു. ദാ ഈ ഉള്ളത് വെട്ടിത്തുറന്ന് പറയുന്ന സ്വഭാവ എനിക്ക് ഇഷ്ടപ്പെട്ടത് കേട്ടോ. ഒരു കാര്യം സുമിത്ര മറക്കരുത്, ഒരു പ്രത്യേക സാഹചര്യത്തിലാ നമ്മൾ ഇങ്ങനെ വിവാഹത്തെ കുറിച്ച് ആലോചിക്കുന്നത്. അതിന് ഫൈൻ അടിക്കാനാണോ ഉദ്ദേശം? ആ സാഹചര്യം ഉണ്ടാക്കിയതേ എന്റെ പെങ്ങള് മാത്രമൊന്നുമല്ല, നിങ്ങളുടെ മോനും കൂടെ ചേർന്നിട്ടാ. തല്ലിയൊളിത്തരല്ലേ അവൻ കാണിച്ചത്. ആ SI വിളിക്കാൻ പോയത് അബദ്ധം. ഇനി അതൊക്കെ പറഞ്ഞിട്ട് എന്താ അമ്മേ? മോള് പറഞ്ഞതാ ശരി. വെറുതെ വിഴുപ്പിലക്കേണ്ട കാര്യമുണ്ടോ? നമുക്ക് കാര്യത്തിലോട്ട് കടക്കാം. സ്ത്രീധനം തന്നിട്ടുള്ള കല്യാണത്തിന് ഞങ്ങൾ തയ്യാറല്ല. ഉയ്യോ, അതിനാര് സ്ത്രീധനം ചോദിച്ചു? ഇത് നല്ല കൂത്ത്. താണ്ടേ അങ്ങനെ മരുമോടെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന് കഴിക്കേണ്ട കാര്യമൊന്നും തങ്കപ്പനാശാരിക്കില്ല കേട്ടോ. പിന്നെ നിങ്ങൾ 1 ലക്ഷം രൂപ വേണമെന്ന് പറഞ്ഞതോ? അയ്യോ, അത് കല്യാണ ചെലവിനല്ലയോ. അല്പം ഞെരുക്കത്തിലായതുകൊണ്ടാ ചോദിച്ചത്, അല്ലെങ്കിൽ അതും ചോദിക്കത്തില്ലായിരുന്നു. ഈയിടെ വീടൊന്ന് പുതുക്കി പണിഞ്ഞു, അതാ ടൈറ്റായി പോയത്. അല്ല, പെണ്ണിന്റെ കൂട്ടര് കല്യാണ ചെലവിനായിട്ട് ചെറുക്കന്റെ വീട്ടുകാർക്ക് പൈസ കൊടുക്കുന്നത് നാട്ടുകിടപ്പാ. 1 ലക്ഷം രൂപ ഇന്നത്തെ കാലത്ത് വലിയ സംഖ്യ ഒന്നുമല്ല. ചെലവ് കഴിഞ്ഞ് ബാക്കി എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് അവരെടുത്തോട്ടെ. 1 പൈസ പോലും ഞങ്ങൾക്ക് വേണ്ട. അപ്പൊ ശ്രീധരമാന്നുള്ള സംശയം മാറിയേ. ചുരുക്കി പറഞ്ഞ പെൺകുട്ടിയുടെ കാതിലും കഴുത്തിലുമായിട്ട് 15 പവൻ, കല്യാണ ചെലവ് 1 ലക്ഷം രൂപ. അതങ്ങോട്ട് ഉറപ്പിക്കാം. എന്താ? എന്നാ പിന്നെ ഞാൻ അങ്ങോട്ട് ഇറങ്ങട്ടെ. 1 ലക്ഷം രൂപ നേരത്തെ ഇങ്ങ് തരണം, കല്യാണ ചെലവിനുള്ളതാണേ. എന്നാ പിന്നെ എല്ലാം പറഞ്ഞതുപോലെ ഞാൻ അങ്ങോട്ട് ഇറങ്ങട്ടെ. മോളെ പോയിട്ട് വരട്ടെ. എനിക്ക് 1 ചപ്പാത്തി കൂടെ വേണം.
ഞാൻ ഇത്രേ ഉണ്ടാക്കിയുള്ളൂ, അതുകൊണ്ട് തൃപ്തിപ്പെട്. ഇതുകൊണ്ട് വിശപ്പ് മാറില്ല, എനിക്ക് ഒന്നുകൂടെ വേണം. ഡാ ഇനിയും വേണോ? മതി. പെണ്ണ് താഴെ മുകളിലൊന്നും അല്ല. അധികം അഹങ്കരിക്കാതെടി, നിലത്ത് നിൽക്കേ. അമ്മേ, കല്യാണക്കാരിയൊക്കെ സംസാരിച്ചു. പൈസക്ക് എങ്ങനെയാ? എനിക്കറിഞ്ഞൂടാ, നീ പറ. 1,00,000 രൂപയല്ലേ രാജേഷേട്ടൻ അച്ഛൻ ചോദിച്ചുള്ളൂ. എത്ര നിസ്സാരം അവൾക്ക് 1,00,000 രൂപ. ഒരു കാര്യം ചെയ്യേ, നിന്റെ സമ്പാദ്യം കൊടുക്കാൻ നിങ്ങൾ എടുക്കടി, അല്ലെങ്കിൽ നിന്റെ അച്ഛന്റെ ഡെപ്പോസിറ്റ് നിന്ന് എടുക്ക്. അച്ഛന്റെ പൈസ ഉണ്ടല്ലോ, ആ 5,00,000 രൂപ. പിന്നെന്താ പ്രശ്നം? ഓ അക്കാര്യം പറയല്ലേ ചേച്ചി, അമ്മയ്ക്ക് ഇഷ്ടപ്പെടത്തില്ല. ഓ, ചേട്ടത്തി അനിയത്തിയും കൂടെ കക്ഷി ചേർന്നോ? നമ്മുടെ പണം കയ്യിലുള്ളപ്പോ പിന്നെ എന്തിനാ അമ്മ ഇങ്ങനെ ടെൻഷൻ അടിക്കുന്നേ? ആ 5 ലക്ഷം രൂപ നന്ദേച്ചിയുടെ പേര് കിടന്നിരുന്നെങ്കിൽ ഇപ്പൊ പ്രയോജനപ്പെട്ടേനെ. പിന്നെ ചോദിച്ചാൽ ഉടനെ അവളെടുത്ത് ഇങ്ങനെ തരുമല്ലേ? തരും. അനിലേച്ചിയുടെ കല്യാണാവശ്യമെന്നറിഞ്ഞാ തീർച്ചയായിട്ടും ആ നിമിഷം പൈസ എടുത്ത് തരുമായിരുന്നു. പറഞ്ഞിട്ടെന്താ? ശേഖരമാമയോട് ഒന്നുകൂടി സ്ട്രോങ് ആയിട്ട് ചോദിക്കാം. ഞാൻ കൂടി വരാം. ചോദിച്ചു നോക്കാം. ചോദിച്ചു നോക്കിയാ പോരാ, ചോദിച്ചു വാങ്ങണം. സ്വന്തം കാര്യം വന്നപ്പോ അവളുടെ വാശി കണ്ടില്ലേ? ഇത്രേ ഉള്ളൂ. സുമിത്രേ, ബൈക്ക് കാണാത്തോണ്ട് ഞാൻ കരുതി ശേഖരേട്ടൻ ഇവിടെ ഉണ്ടാവില്ലാന്ന്. രഘുവരനും സുധയും കൂടി അമ്പലത്തിൽ പോയിരിക്കുക ബൈക്കിന്. കേറിയിരിക്കേ, ഞാനിതാ വരുന്നു. ഒരു ലക്ഷം രൂപയും 15 പവൻ സ്വർണവും. പവൻ 25,000 വെച്ച് കൂട്ടിയ 15 ആവുമ്പോ 3 ലക്ഷം. ഇന്നത്തെ കാലത്തൊരു കല്യാണത്തിന് 3-4 ലക്ഷം രൂപ കൊടുക്കുക എന്നൊക്കെ പറഞ്ഞാ അതൊന്നും വലിയ സംഭവമല്ല. പക്ഷെ അത്രയും പണം ശ്രീധരമായിട്ട് ചോദിക്കാൻ ആ പയ്യന് എന്ത് യോഗ്യത ഉള്ളത്? സ്ത്രീധനമായിട്ടല്ല അവർ ചോദിച്ചത്. 1 ലക്ഷം രൂപ കല്യാണ ചെലവിന് 15 പവൻ അനിലേക്ക് നമ്മൾ കൊടുക്കുന്നതല്ലേ. പവർ കട്ടായാലും ലോഡ് ഷെഡിംഗ് ആയാലും ഫലത്തിൽ കറണ്ട് പോകുന്ന പരിപാടിയാണേ. അതുപോലെ കല്യാണ ചെലവെന്നൊക്കെ പറഞ്ഞ സംഗതി ശ്രീധനവാ. അവര് ചോദിച്ചോട്ടെ, നിങ്ങൾ ആ ഡിമാൻഡ് അംഗീകരിക്കാൻ പാടില്ലായിരുന്നു. ആ പയ്യന്റെ ആൾക്കാർ വരുമ്പോ സുമിത്ത് ഒന്ന് വിളിച്ചിരുന്നെങ്കിൽ ഞാനങ്ങ് എത്തുമായിരുന്നല്ലോ. മുൻകൂട്ടി അറിയിക്കാതെ ശേഖരേട്ടാ രാജേഷിന്റെ വീട്ടിൽ നിന്ന് അവരെല്ലാരും കൂടി വന്നത്. പിന്നെ ഒരു കല്യാണമല്ലേ, ഇത്രയും പരിമിതമായ ഒരു ആവശ്യം അവർ പറയുമ്പോ അംഗീകരിക്കാതിരിക്കുന്ന എങ്ങനാ? എന്താ കുഴപ്പം? അവര് പിണങ്ങായിരിക്കും, എങ്കിലത് പോട്ടേന്ന് വെക്കണം. അനിലെ മൂത്ത് തരച്ച് നിൽക്കാൻ പറ്റുമല്ലോ. പയ്യനാണെങ്കിൽ സ്വജാതിയല്ല,
എങ്ങനെ അളന്നു നോക്കിയാലും നമ്മളെക്കാൾ ഒരുപടി താഴെ അവര്. കല്യാണം നടത്തി കൊടുക്കാമെന്ന് നമ്മൾ പോലീസിന്റെ മുമ്പിൽ വെച്ച് വാക്ക് പറഞ്ഞല്ലേ? അനിലെ ആണെങ്കിൽ ഈ കല്യാണം മതിയെന്നും പറഞ്ഞ് നിർബന്ധം പിടിച്ച് നിൽക്കുക. പോലീസ് ഒത്തുതീർപ്പൊക്കെ അവിടെ നിൽക്കട്ടെ. അന്നത്തെ സാഹചര്യത്തിൽ നമ്മൾ അങ്ങനെയൊക്കെ പറഞ്ഞു കാണും എന്ന് കരുതി പറഞ്ഞതൊക്കെ പാലിക്കണമെന്നുണ്ടോ? കഴിഞ്ഞതിനി പറഞ്ഞിട്ട് എന്താ? വാക്ക് മാറാൻ പറ്റില്ല. കല്യാണം നടത്തി കൊടുക്കണം. ഞാനെതിരല്ല, നടത്തി കൊടുക്ക്. അമ്മാവന്റെ സ്ഥാനത്ത് നിന്ന് നമ്മൾ ഉടക്കിന്ന് വേണ്ട. വീട്ടിലെ അവസ്ഥ ഏട്ടനോട് ഞാൻ പ്രത്യേകം പറയണ്ടല്ലോ. 1,00,000 രൂപയും 15 പവനും മാത്രം ഉണ്ടായാൽ മതിയോ? ചെറിയ തോതിലാണെങ്കിലും കല്യാണം നടത്തി കൊടുക്കണ്ടേ? എല്ലാം കൂടെ നോക്കിയപ്പോൾ നല്ലൊരു തുകയാവും. ആലോചിച്ചിട്ട് ഒരു വഴിയേ കാണുന്നുള്ളൂ. പിള്ളേരും അത് തന്നെ പറയുന്നത്. എന്താ സുമിത്രേ? രഘുവരന് കട തുടങ്ങാനായിട്ട് ഏട്ടന്റെ കയ്യിൽ ഏൽപ്പിച്ച പണം, അതാ ഞങ്ങൾക്ക് ആകെയുള്ള പ്രതീക്ഷ. 5 ലക്ഷം രൂപയോ? അത്രയും ഒരുമിച്ചിപ്പോ വേണമെന്നില്ല. അതെ, ഉടനെ വേണ്ടത് രാജേഷിന്റെ വീട്ടുകാർക്ക് കല്യാണം നടത്താൻ വേണ്ടിയിട്ടുള്ള 1,00,000 രൂപയാ. എനിക്ക് അതിനോടാ വിയോജിപ്പ്. പെണ്ണിനിടാൻ ഒരു മാല, പുടവ കൊടുക്കാനൊരു സാരി, പിന്നെ അല്ലറ ചില്ലറ ചെലവുകളും. അത്രയും കയ്യിലെടുക്കാനില്ലാത്തവൻ എന്തിനാ കല്യാണം കഴിക്കുന്നത്? അങ്ങനെയുള്ളവൻ നാളെ എങ്ങനെ അവൾക്ക് ചെലവിന് കൊടുക്കും? അയാൾക്ക് ജോലിയുണ്ടല്ലോ. എന്ത് ജോലി? ആ കാര്യമൊന്നും പറയണ്ട. ഇതല്ലെങ്കിൽ മറ്റൊന്ന്. എന്തായാലും അന്നയുടെ കല്യാണം നടത്തി കൊടുക്കണ്ടേ ശേഖരേട്ടാ? അമ്മാവൻ എന്നത്തേക്ക് പൈസ സംഘടിപ്പിക്കാൻ പറ്റും? തുറന്നു പറയാലോ, ഒരെത്തും പിടിയും കിട്ടാത്ത കണ്ടീഷനില്ല ഞാൻ. രഘുവരൻ സുധി അമ്പലത്തിൽ പോയതെന്തിനാ? കച്ചവടം ഒന്ന് പച്ച പിടിക്കണമെന്ന് പ്രാർത്ഥിക്കാൻ. ഡെയിലി അമ്പലത്തിൽ പോയി കരഞ്ഞ് പ്രാർത്ഥിക്കാ പിള്ളേരെ. ഇന്നലത്തെ ബിസിനസ് കേൾക്കണോ? 500 രൂപ തികച്ചില്ല. ഒരു തുണിക്കടയിൽ ഒരു ദിവസത്തെ വ്യാപാരം. പിന്നെ എന്ത് ചെയ്യാനാ ശേഖരേട്ടാ? അത് തന്നെയാ ഞാനും ആലോചിക്കുന്നത്. അമ്മാവനൊന്ന് മനസ്സ് വെച്ചാ കാര്യം നടക്കും. ഇതാ എനിക്ക് പിടിക്കാത്തത്. ഞാൻ ഉഴപ്പാണെന്നല്ലേ മനീഷ് പറഞ്ഞതിന്റെ അർത്ഥം? അവൻ അങ്ങനെയൊന്നും ഉദ്ദേശിച്ചല്ല പറഞ്ഞത്. ആ പൈസയുടെ കാര്യം പറയുമ്പോഴെല്ലാം ഇങ്ങനെ ഒഴിഞ്ഞു മാറില്ലേ ശേഖരമാമ? മനീഷേ, നമ്മളിപ്പോ ഇങ്ങോട്ട് വന്നത് എന്തിനാ? അമ്മയോട് ഞാൻ പറഞ്ഞതല്ലേ. നീ ഒന്ന് പുറത്തേക്ക് നിന്നേ, ഞാൻ സംസാരിക്കാം ഏട്ടനോട്. പോ അങ്ങോട്ട്. വിഷമം കൊണ്ടാ ശേഖരേട്ടാ. ഏട്ടനത് കാര്യമായിട്ട് എടുക്കണ്ട. എനിക്ക് വന്ന് കാണാനും പ്രശ്നങ്ങൾ പറയാനും ശേഖരേട്ടനല്ലാതെ മറ്റാരും ഇല്ലല്ലോ. പിള്ളേര് 3 പേരും കൂടി കുത്തി കുത്തി ഓരോന്ന് ചോദിക്കുമ്പോ ഉത്തരം മുട്ടിപ്പോവാ. എനിക്കറിയാം സുമിത്രേ. എന്ന് കരുതി പൈസയ്ക്ക് പൈസ വേണ്ടേ? പുറമെ കാണിക്കുന്നില്ലെന്നേ ഉള്ളൂ. നിന്റെ മുമ്പിൽ ഞാൻ നിന്ന് ഒരുക. എന്ത് ചെയ്യൂ ഈശ്വര? കല്യാണം ഉടനെ നടത്തിയും വേണം. ഒരു 4-5 മാസം കഴിഞ്ഞാ ഞാൻ കുറച്ച് പൈസ മറിക്കായിരുന്നു. അതുവരെ കല്യാണം നീട്ടിക്കൊണ്ടുപോകാൻ പറ്റില്ലല്ലേ? ഇല്ല, ഞാൻ അവരോട് വാക്ക് പറഞ്ഞു പോയി. എന്നാ പിന്നെ ഒരു വഴിയുണ്ട്. തൽക്കാലം വീട് അങ്ങോട്ട് പണയപ്പെടുത്തിക്കോ. വീടോ? പനക്കലെ വീട്. അതിന്റെ ആധാരം ബാങ്കിലോട്ടെന്ന് വെച്ചാൽ സുഖമായി കല്യാണം നടത്താനുള്ള തുക കിട്ടും. എന്നാലും ശേഖരേട്ടാ, പ്രശ്നം എന്താ? അളിയന്റെ വീട്. അളിയന്റെ മോളുടെ കല്യാണം നടത്താനായിട്ട് അതിന്റെ പ്രമാണം വെച്ചൊരു വായ്പ എടുക്കുന്നു. വീട് വിൽക്കാൻ പറ്റുമൊന്നുമല്ലോ. ഏറിപ്പോയാൽ ഒരു 6 മാസം നമുക്ക് പ്രമാണം തിരികെ എടുക്കാന്നേ. അതിനുള്ള പൈസ നമുക്കുണ്ടാക്കാം. ഇനി ആലോചിക്കാനൊന്നുമില്ല. അതങ്ങ് തീരുമാനിക്കും.
അമ്മേ അമ്മേ നോക്കിയേ ഇത് തന്നെയല്ലേ വീടിന്റെ ആധാരമെന്ന്. ഇത് ഫോട്ടോസ്റ്റാറ്റാണല്ലോ. അതേ അലമാരി കണ്ടുള്ളൂ. ബാങ്കിൽ കാണിക്കാൻ തൽക്കാല ആധാരത്തിന്റെ പകർപ്പ് മതിയല്ലോ. അനിലേ, അനിലേ, ഈ പിള്ളേരിത് എവിടെ പോയി? അമ്പിളി, ഓ വാതിൽ തുറന്നിട്ടിട്ടേ അവിടെ എവിടെയും പോയി നിൽക്കരുത്. കോഴി പെരയ്ക്കകത്ത് കയറി നാശം ഉണ്ടാക്കും. ആ കറുത്ത കോഴി മുട്ടയിട്ട ഉടനെ കൂട്ടിന്നത് എടുത്തു വച്ചേക്കണം, അല്ലെങ്കിൽ ചേര അടിച്ചോണ്ട് പോവും. മറ്റവളെവിടെ? അനിലേ, അനിലേ, ഞങ്ങൾ ബാങ്കിൽ പോയിട്ട് വരാം. നിന്റെ കാര്യത്തിന് വേണ്ടിട്ടാ. ആകെയുള്ളത് ഈ വീടും ഇത്തിരി സ്ഥലവാ. അത് പണയപ്പെടുത്തിയിട്ട് വായ്പ എടുക്കുന്നത് എന്തിനാണെന്ന് നിനക്കറിയാലോ. ആ വിചാരം ഉണ്ടായിരിക്കേണ്ടത് നിനക്കാ. കേൾക്കുന്നുണ്ടോ? മൂളിയാ മതിയല്ലോ. വാടാ, റോഡിലേക്ക് ഇറങ്ങി നിൽക്കാം. വല്ല ഓട്ടോയും കിട്ടുമോ നോക്കാം. ഏത് കാര്യത്തിനും കണക്ക് പറയണം അമ്മയ്ക്ക്. ഇതൊക്കെ കേട്ടാ തോന്നും ഇതൊക്കെ എന്റെ മാത്രം ആവശ്യമാണ്. അമ്മയുടെ അച്ഛന്റെ ഉത്തരവാദിത്ത മക്കളുടെ കല്യാണം നടത്തി കൊടുക്കേണ്ടത്. അമ്മ പറഞ്ഞത് കണക്കല്ലേ ചേച്ചി, കാര്യവാ. കല്യാണം നടത്തേണ്ടത് ഉത്തരവാദിത്തം തന്നെയാ. പക്ഷേ വീട് പണയപ്പെടുത്തേണ്ടി വരുന്നത് സന്തോഷമുള്ള കാര്യമാണോ? അമ്മ പറഞ്ഞതുപോലെ നമുക്കിനി ആകെയുള്ള മുതല് ഇത് മാത്ര. ബാങ്കിൽ നിന്ന് ലോൺ ഉടനെ കിട്ടുമായിരിക്കും അല്ലേ? അമ്മയും ചേട്ടനും പോയിട്ട് വരുമ്പോ അറിയാം. അതെന്താ നിനക്കൊരു ഉറപ്പില്ലാത്ത പോലെ? ബാങ്കിൽ നിന്ന് വായ്പ അനുവദിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതെന്താ? അങ്ങനെ വെറുതെ ആരും ലോൺ തരില്ല. വെറുതെയാണോ? നമ്മൾ പ്രമാണം കൊടുക്കുമല്ലേ? അത് അച്ഛന്റെ പേരിലല്ലേ? അച്ഛൻ മരിച്ചിട്ട് എത്ര നാളായി? ഒന്ന് ആലോചിച്ചു നോക്കിയാ ജീവിച്ചിരിപ്പില്ലാത്ത ആളിന് എങ്ങനെയാ ബാങ്കർ ലോൺ തരിക? അച്ഛന്റെ പേരിലുള്ളത് അമ്മയുടെ മക്കളുടെ പേരിലേക്ക് മാറ്റാലോ? അതൊക്കെ ഉടനെ നടക്കുന്ന കാര്യമാണോ? സമയമെടുക്കും. എന്നിട്ട് അമ്മ ബാങ്കിൽ പോയപ്പോ നീ ഇതൊന്നും പറഞ്ഞില്ലല്ലോ. എന്നിട്ട് വേണം എന്നെ കുറ്റപ്പെടുത്താൻ. ഞാൻ ഓരോന്നിനും തടസ്സം നിൽക്കുവാന്ന് പറയാൻ അല്ലേ? അതൊന്നും അല്ല. വീടും സ്ഥലവും പണയം വെക്കുന്നത് നിനക്കിഷ്ടമല്ല, അതാ കാര്യം. ആ പണം കൊണ്ട് എന്റെ കല്യാണം നടത്തിയ പിന്നെ നിന്റെ കാര്യം എങ്ങനെയാ? അതല്ല വിചാരം. ഓ പിന്നെ എന്റെ കല്യാണത്തിന് ഇവിടെ തീയതി മുഹൂർത്തൊക്കെ നിശ്ചയിച്ചു വെച്ചിരിക്കല്ലേ. പിന്നെ നിനക്ക് എന്താ പ്രശ്നം? ചേച്ചിക്ക് ഇഷ്ടപ്പെടില്ല, എന്നാലും പറയാം. എനിക്ക് ആ പുള്ളിക്കാരനെ തീരെ പിടിച്ചില്ല. രാജേഷ് ചേട്ടനെയോ? ഓ, എന്താടി ചേട്ടനൊരു കുറവ്? കാണാൻ ഭംഗിയില്ലേ? ജോലി ചെയ്യാനുള്ള ആരോഗ്യമില്ലേ? അതോ വേറെ ജാതി ആയതുകൊണ്ടാണോ? ജാതിയൊന്നും ഞാൻ നോക്കിയിട്ടില്ല. എന്തോ എനിക്ക് ആ മനുഷ്യനെ അങ്ങോട്ട് അംഗീകരിക്കാൻ പറ്റുന്നില്ല. നീ അംഗീകരിക്കണ്ട. എനിക്ക് വിശ്വാസാ രാജേഷ് ചേട്ടന്. എന്നോട് സ്നേഹമുണ്ട്. അമ്മയ്ക്കും അമ്മാവനൊന്നും പ്രശ്നമില്ല. പിന്നെ നിനക്കെന്താ? അമ്മ മനസ്സോട് സമ്മതിച്ചൊന്നുമല്ല, നിവൃത്തിയില്ലാതെ സമ്മതിക്കേണ്ടി വന്നതാ. അത് ചേച്ചിക്കും അറിയാം. ശരിക്കും സ്നേഹമുള്ള ഒരാള് ഒരിക്കലും കല്യാണത്തിന് മുൻപ് പാത്തും പതുങ്ങി വീട്ടിൽ വരില്ല, അതും രാത്രിയില്. അത് സ്നേഹമല്ല അല്ലേച്ചി. ഞാൻ ആത്മാർത്ഥമായിട്ടൊരു കാര്യം പറയാം. കുഴപ്പമൊന്നും പറ്റിയിട്ടില്ലെങ്കിൽ ചേച്ചി അതങ്ങ് വിട്ടുകളയുന്നതാ നല്ലത്. നമുക്ക് ആ ബന്ധം വേണ്ട ചേച്ചി. അസൂയ നിനക്ക്, മുഴുത്ത അസൂയ. ചേച്ചി നേരെ എങ്ങോട്ടേക്കാ? തിരുവനന്തപുരത്തേക്ക്. നന്ദനയുടെ സർട്ടിഫിക്കറ്റ് ഒക്കെ വാങ്ങിയോ? ഇപ്പൊ വേണ്ടമ്മേ, വരട്ടെ. ഇനി ഞാൻ വരുമ്പോഴേക്കും ജോലിയുടെ കാര്യത്തിൽ ഒരു തീരുമാനമായിരിക്കും. വൈകിക്കണ്ട. മോൾക്ക് ഇവിടുത്തെ ജീവിതം വല്ലാതെ മുഷിഞ്ഞിട്ടുണ്ടാവും. ഇല്ല, മുത്തശ്ശിയുണ്ടല്ലോ. അത് ശരിയാ. നന്ദന വന്നതോടെ അമ്മയുടെ ബോറടിയാ മാറിയത്. എങ്ങനെ ബോറടിക്കാനാ? എന്തെങ്കിലും ഒരു ഉടക്കോ ഒച്ചപ്പാടും ഇല്ലാത്ത ദിവസമില്ല. ദേ, അത് ഞാൻ കാരണമാണെന്ന് പറയാൻ പറ്റും വേണ്ട കേട്ടോ. ശരി, ഞാൻ ഇറങ്ങട്ടെ. ഇനി എന്നാ ഡൽഹിക്ക് പോകുന്നത്? എന്തിനാ ഭാസ്കരേട്ടാ? എനിക്കൊരു മഫ്ലർ വേണമായിരുന്നു മോളെ. മഞ്ഞുകാലമായ ഒരു ശ്വാസം മുട്ടലാ. ഇനി വരുമ്പോഴാട്ടെ കൊണ്ടുവരാം. ഓ,
കണ്ട കടുപ്പക്കാരിയാണെന്ന് തോന്നുമെങ്കിലും സേതു സ്നേഹമുള്ളവളാ. ഇല്ലാത്ത സ്നേഹം ഭാവിക്കുന്നതിനേക്കാൾ നല്ലത് അതല്ലേ? നിന്റെ കാര്യത്തിൽ എന്തെങ്കിലും ഒരു തീരുമാനം ഉണ്ടാക്കും അവള്. ശരി. പോയിട്ട് എന്താ അമ്മ? എന്തു പറ്റി മനീഷേട്ടാ? നീ പോയി അമ്മയോട് ചോദിക്കും. ബാങ്കിൽ പോയിട്ട് എന്തായെന്ന് പറയാമേ? നടക്കില്ല, ഒന്നും നടക്കില്ല. നിന്റെയൊക്കെ കാര്യത്തിന് ഇറങ്ങി തിരിച്ചാ ഗുണം പിടിക്കില്ലടി. യോഗം വേണോടി, യോഗം. ബാങ്കുകാരിപ്പോ ലോൺ കൊടുക്കുന്നില്ലേ? കൊടുക്കുന്നുണ്ട്. അതിന് പക്ഷെ ഈട് വെക്കാൻ വിലയുള്ള രേഖ വേണം. നമ്മുടെ വീടിന്റെ പ്രമാണം കൊണ്ടുപോയതോ? പ്രമാണം പഴയ കടലാസിന്റെ വിലയുള്ളതിന് കിടക്കുന്നു. കൊണ്ടുപോയി ഫ്രെയിം ചെയ്ത് നിങ്ങളുടെ അച്ഛന്റെ ഫോട്ടോ എടുത്ത് തൂക്കിയിടറി. അച്ഛൻ മരിച്ചു പോയത് കൊണ്ടാണോ? അല്ല, പറഞ്ഞു കൊടുക്കടാ. ഈ പ്രമാണം വെച്ച് വായ്പ കിട്ടില്ല. വീടും സ്ഥലവും അമ്മയുടെ പേരിലേക്ക് മാറ്റാനും പറ്റില്ല. അച്ഛൻ പൈസ കൊടുക്കാനുള്ള 2 പേര് ഈ പ്രോപ്പർട്ടി അറ്റാച്ച് ചെയ്ത് കേസ് കൊടുത്തിരിക്കുക. ഈ വീട് സ്ഥലവും പണയപ്പെടുത്തിയതിന് തുല്യമാണെന്ന് മനസ്സിലായോ? ആരാ അമ്മ കേസ് കൊടുത്തിരിക്കുന്നത്? ആരാന്നറിഞ്ഞാ നീ ചെന്ന് കേസ് പിൻവലിക്കോ? നീ മനസ്സിൽ വിചാരിച്ചൊന്നും നടക്കാൻ പോകുന്നില്ലെന്ന് ചുരുക്കം. അമ്മേ, എന്നെ എന്തിനാ ഇനിയും വിളിക്കുന്നേ? ചത്തുപോയി നിന്റെ അച്ഛനെ വിളിക്കേ. അന്നേ ഞാൻ മനുഷ്യനോട് പറഞ്ഞതാ ആ 40 സെന്റ് സ്ഥലം എന്റെ പേരിൽ എഴുതി തരാൻ. അത് വയ്യ. ഇപ്പതാ ഇങ്ങനെ. അമ്മേ, എന്തൊരു ഗ്രഹപ്പിഴയാന്ന് നോക്കിയേ. അന്നേരം കല്യാണം നടത്തുന്നത് എങ്ങനെയാ? ഇവിടെ മനുഷ്യൻ തലയ്ക്ക് തീ പിടിച്ച് നിൽക്കുക. അപ്പോഴേ കല്യാണം. അത് എന്റെ ശവടക്ക് നടക്കട്ടെ, പിന്നെ മതി കല്യാണം. നീ ഇങ്ങനെ കണ്ണിച്ചോരില്ലാതെ സംസാരിക്കില്ലേ? 10,000 രൂപ കൊണ്ട് നടത്താൻ പറ്റുന്നതാണോ ഒരു കല്യാണം? 1000 ആയാലും 5 ലക്ഷം ആയാലും കല്യാണത്തിന് പൈസ ഉണ്ടാക്കുന്നത് എന്റെ ജോലിയല്ല. അതെങ്ങനെ ഉണ്ടാക്കുന്ന എനിക്ക് അറിയാൻ വേണ്ട. അന്നേച്ചി എന്തായി പറയുന്നത്? അവള് പറയട്ടെടി, പറയട്ടെ. വേണ്ടതിനെ കാണിച്ചു വെച്ചിട്ട് ഇപ്പൊ ചീർന്നത് കണ്ടില്ലേ? ഞാൻ പറഞ്ഞിട്ടൊന്നും അല്ലല്ലോ അന്നേരം ആളെ വിളിച്ചുകൂട്ടി കല്യാണം ഉറപ്പിച്ചത്. ഇനി ഇപ്പൊ പറഞ്ഞ തീരുമാനത്തിൽ നിന്ന് മാറാനും പറ്റില്ല. കട്ടോ മോഷ്ടിച്ച എങ്ങനെയെങ്കിലും പറഞ്ഞ സമയത്ത് കല്യാണം നടത്തണം. അല്ലെങ്കിൽ മനുഷ്യൻ ചുമ്മാതിരിക്കേ. രക്ഷിക്കാത്ത ആങ്ങളേക്ക് ശിക്ഷിക്കാൻ അവകാശമില്ല. അമ്മയോട് ഞാൻ പറയുവാ, ഒരു സമാധാനം കേക്കണ്ട. കല്യാണം നടത്തി തരണം. നന്ദിച്ചല്ല ഞാൻ, അത് ഓർത്തോ.